ഹായ് എവരി വൺ AKR PSC ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 പ്രിലിംസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മെക്സിക്കോയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതനായത് പങ്കജ് ശർമ്മ. മെക്സിക്കോയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസഡറായി നിയമിതനായത് പങ്കജ് ശർമ്മ. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ ലൈൻ ആരംഭിച്ചത് ഷാങ്ഹായ്, ചൈന. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ മെട്രോ ലൈൻ ആരംഭിച്ചത് ഷാങ്ഹായ്, ചൈന. എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡിന്റെ CEO ആയി നിയമിതനായത് രാധിക ജ. എനർജി എഫിഷ്യൻസി സർവീസ് ലിമിറ്റഡിന്റെ CEO ആയി നിയമിതയായത് രാധിക ജ. 2022 ഫിഫയുടെ ഇന്റർനാഷണൽ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ റഫറിമാരുടെ എണ്ണം 18. 2022 ഫിഫയുടെ ഇന്റർനാഷണൽ ലിസ്റ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ റഫറിമാരുടെ എണ്ണം 18. 2021 ഗുഡ് ഗവേണൻസ് ഇൻഡെക്സ് ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 2021 ഗുഡ് ഗവേണൻസ് ഇൻഡെക്സിൽ ഒന്നാമതെത്തിയ ഇന്ത്യൻ സംസ്ഥാനം ഗുജറാത്ത്. 2021 ഡിസംബറിൽ അങ്കാറ A5 എന്ന ഹെവി കാരിയർ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം റഷ്യ. 2021 ഡിസംബറിൽ അങ്കാറ A5 എന്ന ഹെവി കാരിയർ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം റഷ്യ. 2022 ഇന്ത്യയിൽ എത്ര നഗരങ്ങളിൽ 5G നെറ്റ്വർക്ക് ആരംഭിക്കാനാണ് ടെലികോം അതോറിറ്റി തീരുമാനിച്ചത്? 13. 2022 ഇന്ത്യയിൽ എത്ര നഗരങ്ങളിൽ 5G നെറ്റ്വർക്ക് ആരംഭിക്കാനാണ് ടെലികോം അതോറിറ്റി തീരുമാനിച്ചത്? 13. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ്? ഫിലിപ്പൈൻസ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിച്ച ബ്രഹ്മോസ് മിസൈൽ ആദ്യമായി കയറ്റുമതി ചെയ്യുന്നത് ഏത് രാജ്യത്തേക്കാണ്? ഫിലിപ്പൈൻസ്. 2021 കലേഞ്ചർ പോർക്കിഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി എഴുത്തുകാരൻ പോൾ സക്രിയ. 2021 കലേഞ്ചർ പോർക്കിഴി സാഹിത്യ പുരസ്കാരം ലഭിച്ച മലയാളി എഴുത്തുകാരനാണ് പോൾ സക്കറിയ. 2026 100 ദശലക്ഷം ഡിഗ്രി 30 സെക്കൻഡ് നേരം നിലനിർത്താൻ കഴിയുന്ന കൃത്രിമ സൂര്യൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ദക്ഷിണ കൊറിയ. 2026 100 ദശലക്ഷം ഡിഗ്രി 30 സെക്കൻഡ് നേരം നിലനിർത്താൻ കഴിയുന്ന കൃത്രിമ സൂര്യൻ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന രാജ്യം ദക്ഷിണ കൊറിയ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി എന്ന ഖ്യാതി നേടുന്നത് കേരള ഹൈക്കോടതി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ കടലാസ് രഹിത കോടതി എന്ന ഖ്യാതി നേടുന്നത് കേരള ഹൈക്കോടതി. റഷ്യ വിജയകരമായി വിക്ഷേപിച്ച അത്യാധുനിക ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് നീർക്കോൺ. റഷ്യ വിജയകരമായി വിക്ഷേപിച്ച അത്യാധുനിക ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലാണ് നീർക്കോൺ. തീരസംരക്ഷണ സേനയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് VS പതാനിയ. തീരസംരക്ഷണ സേനയുടെ ഡയറക്ടർ ജനറലായി ചുമതലയേറ്റത് VS പതാനിയ. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും CEOയുമായി നിയമിതനായത് VK ത്രിപാഠി. റെയിൽവേ ബോർഡിന്റെ പുതിയ ചെയർമാനും CEOയുമായി നിയമിതനായത് VK ത്രിപാഠി. 2022 ജനുവരി 1 മുതൽ സംസ്ഥാനം നടപ്പിലാക്കുന്ന സുരക്ഷിത ഭക്ഷണ ഉൽപ്പാദനം ഉറപ്പാക്കുന്ന പദ്ധതി ജൈവ കാർഷിക മിഷൻ. 2022 ജനുവരി 1 മുതൽ സംസ്ഥാനം നടപ്പിലാക്കുന്ന സുരക്ഷിത ഭക്ഷണ ഉൽപ്പാദനം ഉറപ്പാക്കുന്ന പദ്ധതി ജൈവ കാർഷിക മിഷൻ. പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫയേഴ്സ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പ്രതിരോധ മിഠായി കൊറോണ ഗോഡ്. പൂനെ ഇന്ററാക്റ്റീവ് റിസർച്ച് സ്കൂൾ ഫോർ ഹെൽത്ത് അഫയേഴ്സ് വികസിപ്പിച്ചെടുത്ത കോവിഡ് പ്രതിരോധ മിഠായി കൊറോണ ഗോഡ്. 2022 ജനുവരിയിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെ ഉന്നമനത്തിനായി ആരംഭിക്കുന്ന പദ്ധതി സ്മൈല്. 2022 ജനുവരിയിൽ കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെയും ഭിക്ഷാടനത്തിൽ ഏർപ്പെടുന്നവരുടെ ഉന്നമനത്തിനായി ആരംഭിക്കുന്ന പദ്ധതി സ്മൈല്.
2021 GST കളക്ഷനിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒറീസ. 2021 GST കളക്ഷനിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഒറീസ. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി, കൊച്ചി. മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്ത സ്ഥലം നേവൽ ഫിസിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് ലബോറട്ടറി, കൊച്ചി. $3 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ നേടുന്ന ലോകത്തിലെ ആദ്യ കമ്പനി ആപ്പിൾ. $3 ട്രില്യൺ മാർക്കറ്റ് വാല്യൂ നേടുന്ന ലോകത്തിലെ ആദ്യ കമ്പനിയാണ് ആപ്പിൾ. ONGCയുടെ ചെയർമാൻ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ഡോക്ടർ അൽക്ക മിറ്റൽ. ONGCയുടെ ചെയർമാൻ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിത ഡോക്ടർ അൽക്ക മിറ്റൽ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഒരേ വേഗത്തിൽ 2 കൈകൾ കൊണ്ടും എഴുതി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി ശ്രുതിലയ രാജേന്ദ്രൻ. ഇന്ത്യയുടെ ദേശീയ ഗാനം ഒരേ വേഗത്തിൽ 2 കൈകൾ കൊണ്ടും എഴുതി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ മലയാളി ശ്രുതിലയ രാജേന്ദ്രൻ. 2022 ജനുവരിയിൽ ലോസാർ ഫെസ്റ്റിവൽ നടന്ന സ്ഥലം ലഡാക്ക്. 2022 ജനുവരിയിൽ ലോസാർ ഫെസ്റ്റിവൽ നടന്ന സ്ഥലം ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യ LPG ഫ്രീ ആൻഡ് സ്മോക്ക് ഫ്രീ സംസ്ഥാനമാകുന്നത് ഹിമാചൽ പ്രദേശ്. ഇന്ത്യയിലെ ആദ്യ LPG ഫ്രീ ആൻഡ് സ്മോക്ക് ഫ്രീ സംസ്ഥാനമാകുന്നത് ഹിമാചൽ പ്രദേശ്. ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണഹത്യയ്ക്ക് അമ്മയ്ക്ക് തീരുമാനിക്കാമെന്ന് പ്രഖ്യാപിച്ച കോടതി ഡൽഹി ഹൈക്കോടതി. ഗർഭസ്ഥ ശിശുവിന്റെ ഭ്രൂണഹത്യയ്ക്ക് അമ്മയ്ക്ക് തീരുമാനിക്കാമെന്ന് പ്രഖ്യാപിച്ച ഹൈക്കോടതി ഡൽഹി ഹൈക്കോടതി. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് വീരാംഗന റാണി ലക്ഷ്മിഭായ് സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷന്റെ പുതിയ പേര് വീരാംഗന റാണി ലക്ഷ്മിഭായ് സ്റ്റേഷൻ. മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മീററ്റ്, ഉത്തർപ്രദേശ്. മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് മീററ്റ്, ഉത്തർപ്രദേശ്. പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റയുടെ ഔദ്യോഗിക ജീവചരിത്രമായ രത്തൻ ആൻഡ് ടാറ്റ ദി ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ തോമസ് മാത്യു. പ്രമുഖ വ്യവസായി രത്തൻ ടാറ്റയുടെ ഔദ്യോഗിക ജീവചരിത്രമായ രത്തൻ ആൻഡ് ടാറ്റ ദി ഓതറൈസ്ഡ് ബയോഗ്രഫി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡോക്ടർ തോമസ് മാത്യു. 2022 ജനുവരിയിൽ RBIയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച പേയ്മെന്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. 2022 ജനുവരിയിൽ RBIയുടെ ഷെഡ്യൂൾഡ് ബാങ്ക് പദവി ലഭിച്ച പേയ്മെന്റ് ബാങ്ക് എയർടെൽ പേയ്മെന്റ്സ് ബാങ്ക്. കേന്ദ്ര സർക്കാരിന്റെ 3ാമത് ജലപുരസ്കാര പ്രഖ്യാപനത്തിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം. കേന്ദ്ര സർക്കാരിന്റെ 3ാമത് ജലപുരസ്കാര പ്രഖ്യാപനത്തിൽ ദക്ഷിണേന്ത്യയിലെ മികച്ച ജില്ലയായി തിരഞ്ഞെടുത്തത് തിരുവനന്തപുരം. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് എൻഡോസർ ആയി നിയമിതയായത് ഷഫാലി വർമ്മ. ബാങ്ക് ഓഫ് ബറോഡയുടെ ബ്രാൻഡ് എൻഡോസറായി നിയമിതയായത് ഷഫാലി വർമ്മ. സംസ്ഥാന സർക്കാരിന്റെ 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ വ്യക്തി ആലപ്പി രംഗനാഥ്. സംസ്ഥാന സർക്കാരിന്റെ 2022 ഹരിവരാസനം പുരസ്കാരം ലഭിച്ച ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ വ്യക്തി ആലപ്പി രംഗനാഥ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2022 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പി സുരേഷ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ 2022 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ഡോക്ടർ പി സുരേഷ്. പാകിസ്ഥാനിലെ സുപ്രീം കോടതി ജഡ്ജിയാവുന്ന ആദ്യ വനിത ആയിഷ മാലിക്. പാകിസ്ഥാനിലെ സുപ്രീം കോടതി ജഡ്ജിയാവുന്ന ആദ്യ വനിതയാണ് ആയിഷ മാലിക്. സ്കൂൾ കുട്ടികൾക്കായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി സുരക്ഷാരഥം. സ്കൂൾ കുട്ടികൾക്കായി ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് ആരംഭിച്ച പദ്ധതി സുരക്ഷാരഥം. 2020 ഫെബ്രുവരി 21 പുറത്തിറങ്ങിയ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമൂഹ്യ മാധ്യമ ആപ്പ്
ട്രൂത്ത് സോഷ്യൽ 2020 ഫെബ്രുവരി 21 പുറത്തിറങ്ങിയ US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സാമൂഹ്യ മാധ്യമ ആപ്പ് ട്രൂത്ത് സോഷ്യൽ. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ആരംഭിച്ചത് ഹൈദരാബാദ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം ആരംഭിച്ചത് ഹൈദരാബാദ്. UAEയിൽ ചരിത്രത്തിലാദ്യമായി വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമായത് 2022 ജനുവരി 7. UAEയിൽ ചരിത്രത്തിലാദ്യമായി വെള്ളിയാഴ്ച പ്രവൃത്തി ദിവസമായത് 2022 ജനുവരി 7. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ പരസ്യരംഗത്തെ പ്രമുഖനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന വ്യക്തി ജെർസൺ ഡി കുഞ്ഞ. അടുത്തിടെ അന്തരിച്ച ഇന്ത്യൻ പരസ്യരംഗത്തെ പ്രമുഖനും സാമൂഹ്യ പ്രവർത്തകനുമായിരുന്ന വ്യക്തി ജെർസൺ ഡി കുഞ്ഞ. പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണത്തിൽ ഉണ്ടായ വീഴ്ചയെപ്പറ്റി അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ 3-അംഗ സമിതി തലവൻ സുധീർ കുമാർ സക്സേന. പഞ്ചാബിൽ പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ക്രമീകരണത്തിൽ ഉണ്ടായ വീഴ്ചയെപ്പറ്റി അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഏർപ്പെടുത്തിയ 3-അംഗ സമിതി തലവൻ സുധീർ കുമാർ സക്സേന. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി സമൃദ്ധ. ഇന്ത്യയിൽ ആദ്യമായി പദ്ധതി പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുന്നത് പത്തനംതിട്ടയിലാണ്. മൃഗസംരക്ഷണ വകുപ്പിന്റെ പൂർണ്ണമായ ഡിജിറ്റൽ വൽക്കരണം എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന പദ്ധതി സമൃദ്ധ. 2022 ജനുവരിയിൽ ഉപാസനയുടെ 16ാമത് മലയാറ്റൂർ പുരസ്കാരം നേടിയത് ജോർജ് ഓണക്കൂർ. 2022 ജനുവരിയിൽ ഉപാസനയുടെ 16ാമത് മലയാറ്റൂർ പുരസ്കാരം നേടിയത് ജോർജ് ഓണക്കൂർ. തമ്പാൻ തോമസ് ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാര ജേതാവ് മേധ പട്കർ. തമ്പാൻ തോമസ് ഫൗണ്ടേഷൻ പ്രഥമ പുരസ്കാര ജേതാവ് മേധ പട്കർ. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വോളിബോൾ കിരീടം ലഭിച്ചത് കാലിക്കറ്റ് സർവകലാശാല. അഖിലേന്ത്യാ അന്തർ സർവകലാശാല വോളിബോൾ കിരീടം ലഭിച്ചത് കാലിക്കറ്റ് സർവകലാശാല. 2022 മൈലമ്മ പുരസ്കാരം ലഭിച്ചത് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. 2022 മൈലമ്മ പുരസ്കാരം ലഭിച്ചത് അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. കൃത്രിമ സൂര്യൻ ഉപയോഗിച്ച് 70 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ചൂട് വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. കൃത്രിമ സൂര്യൻ ഉപയോഗിച്ച് 70 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ചൂട് വികസിപ്പിച്ചെടുത്ത രാജ്യം ചൈന. നമ്മൾ ഡിസ്കസ് ചെയ്ത് +2 പ്രിലിംസ് എക്സാമിൻ്റെ ഭാഗമായിട്ട് ഇമ്പോർട്ടൻറ്റ് കറണ്ട് അഫയേഴ്സ് ആണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ക്ലാസ്സുകളിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.